ഈ ഭൂമിയിൽ ഓരോ മനുഷ്യന്റെയും ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടത്ര സമ്പത്തുണ്ട്. എന്നാൽ ഓരോരുത്തരുടെയും അത്യാഗ്രഹം നിറവേറ്റാൻ ഒരിക്കലും അത് മതിയാവില്ല. ആവശ്യം, നീഡ്, നമ്മെ സംതൃപ്തിയിലേക്കാണ് നയിക്കുന്നത്. അത്യാഗ്രഹം, ഗ്രീഡ്, ഒരിക്കലും അവസാനിക്കാത്ത ആഗ്രഹങ്ങളുടെ ചങ്ങലയിലേക്ക് നമ്മെ ബന്ധിക്കുന്നു. ഭഗവത്ഗീത പഠിപ്പിക്കുന്നത് ആഗ്രഹങ്ങൾക്ക് അടിമയാകുന്ന മനസ്സ് ഒരിക്കലും ശാന്തി കണ്ടെത്തില്ല എന്നുള്ളതാണ്. സംതൃപ്തിയും മിതത്വവും കൃതജ്ഞതയുമുള്ള ജീവിതമാണ് യഥാർത്ഥ സമൃദ്ധി. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പണ്ട് റഷ്യയിലെ ഒരു ഉൾനാടൻ ഗ്രാമം, അവിടെ കണ്ണെത്താത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കൃഷിയിടങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആ കാണുന്ന ഭൂമിയെല്ലാം ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു ജന്മിയുടെ സ്വന്തമായിരുന്നു. അയാൾ സ്വന്താക്കി വെച്ചിരിക്കുകയായിരുന്നു. അയാൾക്ക് ഭൂമിയോടുള്ള അത്യാർത്തിക്ക് ഒരു അതിരും ഉണ്ടായിരുന്നില്ല. പാവപ്പെട്ട കർഷകർക്കൊക്കെ അയാള് പണം കടം കൊടുക്കും. എന്നിട്ട് അത് തിരിച്ച് കിട്ടാണ്ടാവുമ്പോൾ തന്ത്രപൂർവ്വം അവരുടെ കിടപ്പാടം പോലും സ്വന്താക്കുകയായിരുന്നു അയാളുടെ പ്രധാന പരിപാടി. അങ്ങനെ ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും അയാളുടെ കയ്യിലായി മാറി. അങ്ങനെ ആ വലിയ ഗ്രാമത്തിന്റെ ഒരറ്റത്ത് തീരെ ചെറിയൊരു കുടിലിൽ ഒരു പാവപ്പെട്ട വയസ്സായിട്ട് ഒരു സ്ത്രീ താമസിച്ചിരുന്നു. അവർക്കാണെങ്കിൽ സ്വന്തക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയ, അവരെ പൂർവികർ നൽകിയ ഒരു ചെറിയ ഭൂമിയും അതിൽ കുറച്ച് കൃഷിയും ഒരു പശുവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവരാണെങ്കിലോ ജന്മിയുടെ അടുത്ത് പോയിട്ട് ഒരിക്കലും കടമൊന്നും വാങ്ങിച്ചിരുന്നില്ല. എന്നാലും ആ ഒരു ഭൂമിയും കൂടിയും സ്വന്തമാക്കണം എന്നുള്ള ഒരു അത്യാഗ്രഹം ഈ ജന്മിയുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ആ വൃദ്ധേനെ അവിടെ നിറക്കിയിടാൻ വേണ്ടിയിട്ട് അയാള് പല പല കുതന്ത്രങ്ങളും പയറ്റി നോക്കുകയാണ്, ഭീഷണിപ്പെടുത്തി നോക്കുകയാണ്. പിന്നെ കുറച്ച് പണം വാഗ്ദാനം ചെയ്തു. അങ്ങനെ പലതവണ അയാൾ ആ കുടിലൊഴിയാൻ വേണ്ടിയിട്ട് വൃദ്ധനെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഓരോ തവണയും വൃദ്ധ ഒരേ മറുപടിയാണ് കൊടുത്തത്: ഞാൻ ഈ മണ്ണിലാണ് ജീവിച്ചത്, എൻ്റെ ജീവിതം മുഴുവൻ ഇവിടെയായിരിക്കും. അങ്ങനെ അവസാനം പണത്തിന്റെ ആ ഒരു അഹങ്കാരത്തിൽ അയാള് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വിലക്കെടുത്തു. അവർക്ക് കോഴയൊക്കെ കൊടുത്ത് വൃദ്ധ വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പിതാവ് പാട്ടത്തിന് നൽകിയ സ്ഥലത്താണ് താമസിക്കുന്നത്. ഇത്രയും കാലം കൊണ്ട് പാട്ടം ഇപ്പൊ ഇനി കുറെ നാളായി ഇത് മുടങ്ങിക്കിടക്കുകയാണ്, അതുകൊണ്ട് ഇത് തിരിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് കുറെ വ്യാജരേഖയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ വൃദ്ധയുടെ അടുത്തെത്തി. അപ്പൊ വൃദ്ധ പറയും, ഇതെന്റെ പൂർവികരുടെ മണ്ണാണ്, എൻ്റെ ജീവൻ പോയാലും ഞാനിത് വിട്ടുതരില്ല എന്ന് അവർ പറയുകയാണ്. അങ്ങനെ അവർ കരയുമ്പോ പണത്തിനും സ്വാധീനത്തിനും മുമ്പില് അവരുടെ കണ്ണീരിന് ഒരു വിലയുണ്ടായിരുന്നില്ല. അപ്പൊ അവസാനം കേസ് ന്യായാധിപന്റെ മുന്നിലെത്തി. വ്യാജരേഖകൾക്ക് മുമ്പില് സത്യം തോറ്റുപോയി. നിലവിലുള്ള കൃഷി വിളവെടുത്ത ഉടൻ ആ ഭൂമിയിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊള്ളണം എന്ന് ന്യായാധിപൻ ഉത്തരവിട്ടു. ആ വാക്കുകൾ കേട്ടപ്പോ വൃദ്ധയുടെ കയ്യിൽ നിന്ന് അവരുടെ ഊന്നുവടി പോലും താഴെ പോയി. അവര് തളർന്നുപോയി. വിളവെടുപ്പ് കഴിഞ്ഞപ്പോ അതിന്റെ പിറ്റേ ദിവസം തന്നെ അഹങ്കാരത്തോടെ ജന്മി അവിടെ എത്തി. അയാൾ ജയിച്ചു നിൽക്കുകയാണല്ലോ. അങ്ങനെ സാധനങ്ങളൊക്കെ പെറുക്കി വെച്ച് വിഷമത്തോടു കൂടി കരഞ്ഞുകൊണ്ട് വൃദ്ധ ഇങ്ങനെ പടിയിറങ്ങാൻ പോവായിരുന്നു. അപ്പോ ഭയങ്കര ആഹ്ലാദത്തോട് കൂടിയിട്ട് ജന്മി വന്ന് നിൽക്കുകയാണ്. പോകുന്നതിന് മുമ്പായിട്ട് ഒരു ഒഴിഞ്ഞ കൊട്ടയുമായിട്ട് ഈ വൃദ്ധ ജന്മിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്രയും കാലം ഞാൻ ഇവിടെയല്ലേ ജീവിച്ചേ, നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് എല്ലാം കവർന്നെടുത്തു. എൻ്റെ ജീവിതം മുഴുവനും ഞാൻ തീർത്തത് ഈ മണ്ണിലാണ്. അതുകൊണ്ട് ഇപ്പോ എനിക്കിത് വിട്ടു പോകേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ മണ്ണിന്റെ ഗന്ധം എനിക്ക് ജീവനാണ്. അതുകൊണ്ട് ഈ കൊട്ടയിൽ അല്പം മണ്ണ് നിറച്ച് കൊണ്ടുപോവാൻ എന്നെ അനുവദിക്കണം എന്ന് പറയുകയാണ്. ഓ, ഇത്രയേ ഉള്ളൂ. നിസ്സാര ഭാവത്തിൽ അയാൾ ജീവിച്ചു. അത് പറഞ്ഞു, പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഒഴിഞ്ഞു പൊക്കോളൂല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ പറയും, ശരി, കൊട്ടയിൽ മണ്ണ് നിറച്ചെടുത്തോളൂ എന്ന് പറയാണ്. അങ്ങനെ വൃദ്ധ ആ കൊട്ടയില് നിറയെ മണ്ണ് കോരിയിട്ടു. കൊട്ട വക്കോളം നിറഞ്ഞപ്പോ അവർക്കത് അനക്കാൻ പോലും പറ്റിയില്ല. അത് തലയിലോട്ട് വെച്ച് തരാൻ അവർ ജന്മിയോട് സഹായം ചോദിച്ചു. മുന്നോട്ട് വന്ന ജന്മി കൊട്ടയുടെ ഭാരം കണ്ട് ചിരിച്ചുകൊണ്ട് ചോദിച്ചു, ഇത്രയും മണ്ണ് കോരിയിടുമ്പോ നിങ്ങൾക്ക് ചിന്തിക്കായിരുന്നില്ലേ, ഇത് ഉയർത്താൻ പോലും നിങ്ങൾക്ക് കഴിയുന്നില്ല, പിന്നെ ഇതെങ്ങനെ ചുമന്നു കൊണ്ടുപോവും ചോദിക്കയാള് ജന്മിയെ. അപ്പോ ആ വൃദ്ധയുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിഞ്ഞു. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി അവർ വളരെ ശാന്തമായിട്ട് ചോദിച്ചു, ശരിയാണ് യജമാനനെ, ജനിച്ചതു മുതൽ ജീവിച്ച ഈ ഭൂമിയിൽ നിന്ന്
ഒരു കൊട്ട മണ്ണ് പോലും ജീവനുണ്ടായിട്ടും എനിക്ക് ചുമക്കാൻ കഴിയുന്നില്ല. പിന്നെ മരിച്ചു പോകുമ്പോ ഇത്രയും വലിയ നിങ്ങളുടെ ഈ ഭൂമി മുഴുവൻ നിങ്ങൾ എങ്ങനെയാണ് കൂടെ കൊണ്ടുപോവാൻ പോകുന്നത്? ആ ഒരൊറ്റ ചോദ്യം ജന്മിയുടെ ഹൃദയത്തിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെയാണ് പതിച്ചത്. അയാളുടെ ചിരിമാഞ്ഞു. വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി. ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചാലും മരിക്കുമ്പോ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായി കൊണ്ടുപോവാൻ കഴിയില്ല എന്ന വലിയ സത്യം ആ അഹങ്കാരിയെ നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊരു മനുഷ്യനാക്കി മാറ്റി. കടുത്ത കുറ്റബോധത്തോടെ അയാൾ ആ വൃദ്ധയുടെ കാൽക്കൽ വീണ് മാപ്പപേക്ഷിച്ചു. വ്യാജമായി തട്ടിയെടുത്ത ഭൂമി അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തു. ആവശ്യത്തിന് ജീവിക്കുക, അത്യാഗ്രഹത്തിന് വേണ്ടിയിട്ടല്ല. സ്വന്തമായിട്ടുള്ളതില് നന്ദിയുള്ളവരാവുക, പ്രകൃതിയുടെ വിഭവങ്ങൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുക. യഥാർത്ഥ സമ്പത്ത് വസ്തുക്കളിലല്ല, സംതൃപ്തിയിലും പങ്കുവെക്കലിലുമാണ് എന്ന് മനസ്സിലാക്കുക. ആവശ്യം നിറവേറ്റുമ്പോൾ സന്തോഷം ലഭിക്കും. അത്യാഗ്രഹത്തെ പിന്തുടരുമ്പോൾ സന്തോഷം അകന്നു പോകുന്നു.